ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലാണ്. ഒമാൻ എന്ന് പറയുമ്പോൾ മറ്റ് GCC കൺട്രികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രാജ്യമൊന്നുമല്ല. വലിയ രാജ്യം എന്ന് വെച്ചാൽ വലിപ്പം കൊണ്ട് വലുതാണ്. പക്ഷേ എങ്കിൽ പോലും മറ്റ് GCC കൺട്രികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒമാൻ ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡെവലപ്പായി വരുന്ന ഒരു രാജ്യമാണ്. ഇവിടെ സുവൈക്ക് എന്ന പേരുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ലുലു മാൾ നിങ്ങളെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. വാ. അതിനു മുമ്പായിട്ട് നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയാനിരിക്കുക. കാരണം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും വീഡിയോ കാണുമ്പോഴുമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. എന്തായാലും നടന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് ലുലു മാളിലേക്ക്. ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് മസ്കറ്റ് പോലെ അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലുലു മാളും വളരെ ചെറുതാണ്. നമുക്കെന്തായാലും ഇനി പതിയെ അതിനുള്ളിലേക്ക് കയറി ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് കുറേ ഫ്രൂട്ട്സ് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അനാറും മൊസമ്പിയും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിലയൊന്ന് നോക്കാം നമുക്ക്. നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു 140 രൂപ വരും. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഒരു 300-350 രൂപയോളം വരും. ഇതാണെങ്കിൽ ഒരു 200 രൂപയോളം വിലയുണ്ട്. ഇവിടെയായിട്ട് ഇന്ത്യൻ റോബസ്റ്റ പഴം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് ഇതിന്. എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ആപ്പിളാണെന്ന് തോന്നുന്നു. ഇവിടെ അതുപോലെ തന്നെ കാണാനും കഴിയുന്നുണ്ട്. കാര്യം പല തരത്തിൽ പല കളറിൽ ഒരുപാട് ആപ്പിൾസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഇവിടെ തന്നെ പോകേണ്ടി വരും. ഇഷ്ടം പോലെ ആപ്പിൾസാണ് ഇവിടെ ഇരിക്കുന്നത്. പലതും ഇരിക്കുന്ന എല്ലാ ആപ്പിൾസാണ്. അപ്പുറത്ത് ഓറഞ്ച് ഇരിപ്പുണ്ട്, പ്ലംസ്, കിവി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കിലോയ്ക്ക് 30-40 രൂപ മാത്രമുള്ള ഈ നാരങ്ങയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 200-220 രൂപയോളം വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ പൈനാപ്പിൾ ഇരിപ്പുണ്ട്, അതേപോലെ തന്നെ ചെന്തങ്ങിൻ്റെ കരിക്കിരിപ്പുണ്ട്. ഏകദേശം ഒരു 300-350 രൂപയോളം വില വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് പൈനാപ്പിളിന്. ഇവിടെ 120 രൂപയോളം കരിക്കിനും വിലയുണ്ട്. എപ്പോഴും വിലയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് വില മാറിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഐസ്ക്രീംസ് നോക്കാം. ഐസ്ക്രീംസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ പാക്കറ്റ് മുതൽ വലിയ കിലോ കണക്കിനുള്ള ഐറ്റംസ് വരെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാടുണ്ട്. അതും ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ഐസ്ക്രീം ഫ്രീസറിലിട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും വരെ ഇവിടെ ഫ്രീസറിലിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതി. ഇതൊക്കെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല അതിനെ പറ്റിയിട്ട് ആരും പറയുന്നതൊന്നും. പക്ഷേ ഇവിടെ കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ചിക്കനാണ്. ഫ്രോസൺ ചിക്കൻ എന്ന് പറയുന്നത് ഈ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിക്കനാണ്. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും കറി വെക്കുന്നതൊക്കെ. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സാദിയയുടെ ചിക്കനാണ് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പ്രൊഡക്ട്സാണ് അവരുടെ വരുന്നതെല്ലാം. തൊട്ടപ്പുറത്ത് തന്നെ മീനിൻ്റെ സെക്ഷൻ ഉണ്ട്. മീനെല്ലാം ഫ്രഷാണ്. ഫ്രഷ് മീൻ ഒരുപാട് ഞാൻ ഐസിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് മീൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കാണാം. താഴത്തെ ഫ്ലോർ ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫാൻസി ഐറ്റംസ്, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മുകളിലാണുള്ളത്. നമുക്ക് പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഏത് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് കണ്ടിട്ട് വെറൈറ്റി ആയിട്ട് തോന്നിയ കുറേ ഐറ്റംസ് ഷൂട്ട് ചെയ്ത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ലേഡീസിനായി ചപ്പൽസിൻ്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പല വിധത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ഐറ്റംസ്, എല്ലാം പുതിയ ഡിസൈനിലാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത് ലേഡീസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അമ്മാതിരി കളക്ഷൻസാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ചപ്പലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ്സ് ഉണ്ട്. എല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ട് പല കളറിൽ പല തരത്തിൽ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓരോ ചെറിയ ഷോട്ടുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. ഇവിടെ അതായത് ഒമാനിൽ ഞാൻ നോക്കിയിട്ട് സാധനങ്ങളുടെ വിലയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വിലയാണ്.
നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു വില വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. എനിക്ക് തോന്നുന്നു പെട്രോൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു വില കുറച്ച് കിട്ടുന്നത്. നിസാരം ചായ പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതിനകത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, പുറത്തെ ഷോപ്പിലെ കാര്യമാണ് പറയുന്നത്. നിസാരം ചായക്ക് പോലും നല്ല വിലയാണ്. ഇവിടുത്തെ ഒരു 100 പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ 22 രൂപയോളം വരുന്നുണ്ട്. അതാണ് ഒരു റേറ്റ്. നാട്ടിൽ ഇപ്പോഴത്തെ ചായയുടെ വില എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10 രൂപയായിരുന്നു ചായയുടെ വില. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറിയെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ലുലു മാളിലെ വിശേഷത്തിലേക്ക് വരാം. ഇവിടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട്. അപ്പുറത്ത് കുറച്ച് ഷൂസൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് ജെൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാം. കുറച്ച് നല്ല അടിപൊളി ഷൂസ് ഇവിടെ ഇരിപ്പുണ്ട്. പല ഡിസൈൻസിലും കളേഴ്സിലുമായിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. എങ്കിൽ പോലും എനിക്കിഷ്ടം തോന്നിയത് ഇതിനോടാണ്. എന്തോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ വൈറ്റ് പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് നേരമായിട്ട് ഇത് തന്നെ നോക്കി ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമുക്കിനി ഇത് വിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അവിടെ ഒരുപാട് ഐറ്റംസ് വേറെ ഇരിപ്പുണ്ട്. നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിലേക്കാണ്. ചെല്ലുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് ഒരുപാട് TV ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇത്രയും ഇരിക്കുന്നതിൽ ഒരു സാംസങ്ങിൻ്റെ TVയുടെ റേറ്റ് ഞാൻ നോക്കി. ഇവിടുത്തെ 330 റിയാലാണ് വരുന്നത്. അതായത് ഇന്ത്യൻ മണി ഏകദേശം 75,000. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് ഇതല്ല, അതാണ്. ക്യാമറയിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും പറയാം, ഇത് ഭയങ്കര വലിയ TV ആണ്. 100 ഇഞ്ചാണ് വരുന്നത്. ഇനി മൊബൈൽസിൻ്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഐഫോണിൻ്റെ 16 സീരീസ് എല്ലാം ഇരിപ്പുണ്ട്. ഐഫോണിൻ്റെ വില നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഷോപ്പിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുലുവിൽ അല്പം വില കൂടുതൽ തന്നെയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നെസ്റ്റോയിൽ നിന്നോ പുറത്ത് മറ്റേതെങ്കിലും ഷോപ്പിൽ നിന്നോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ പോലും ഇത്രയും വില ഉണ്ടാകും തോന്നുന്നില്ല. 16 Pro Max 256 GB റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 489 റിയാൽസ് ആണ്. അതുപോലെ തന്നെ എല്ലാ 16 സീരീസിൻ്റെ എല്ലാത്തിനും അതേപോലെ തന്നെ വിലയുണ്ട്. നമുക്കിനി കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസ് കൂടി നോക്കാം. കുറേ സൈക്കിൾസ് ഇവിടെ ഡിസ്പ്ലേയിൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ ഏകദേശം 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈക്കിൾസ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ടോയ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പം കുട്ടികൾക്ക് മാത്രമല്ല, അത്യാവശ്യം പ്രായമായാലും ടോയ്സൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നവരുണ്ട്. ഒരു സൂപ്പർ ബൈക്ക് ഷോറൂമിൽ കയറിയ കാണുന്ന അതേ കാഴ്ച. കുറേ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. R1, S1000, RR, ഡുക്കാട്ടി, ഡ്യാവലൊക്കെ. വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് ഈ ഇരിക്കുന്നതെല്ലാം. കുറേ ഉണ്ട്. R1, S1000, RR എല്ലാം വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഒരുപാട് ഇരിപ്പുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, 100%. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബൊമ്മയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സെക്കൻഡ് ഫ്ലോറിലും അധികം ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് വേറെയൊക്കെ ഉണ്ട് കാണാൻ. ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. സമയമില്ലാത്തത് കാരണം ഞാൻ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഈ വീഡിയോയുടെ റെസ്പോൺസ് നോക്കിയിട്ട് വ്യൂവേഴ്സിന് ഇതുപോലുള്ള വീഡിയോസിൽ താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ലുലു മാളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ല രസമല്ലേ കാണാൻ. ലുലുവിലേക്ക് വരുന്ന അതേ വഴിയിൽ തന്നെയുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഇവിടെ ഒരുമാതിരിപ്പെട്ട സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ഷോപ്പിൻ്റെ ഒരു വീഡിയോ മറ്റൊരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലുലു മാളിൽ കയറിയ ഒരു ഫീൽ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒമാനിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.